എല്ലാവർക്കും ജെറക്സ് മീഡിയയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ വമ്പൻ മാറ്റങ്ങളോടുകൂടി സെപ്റ്റംബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു. വിതരണ നടപടികൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി അനർഹരെ ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും അർഹരായ ഗുണഭോക്താക്കളുടെ കൈകളിലേക്കും അക്കൗണ്ടിലേക്കും മാത്രം പെൻഷൻ തുക എത്തിച്ചേരുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ 2025 വർഷത്തിൽ ഏർപ്പെടുത്തിയ വാർഷിക മസ്റ്ററിങ്ങിനുള്ള സമയപരിധി സെപ്റ്റംബർ 10 കൂടി അവസാനിച്ച സാഹചര്യത്തിൽ വലിയൊരു വിഭാഗം ആളുകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള പെൻഷൻ വിതരണമാണ് സംസ്ഥാനത്ത് ആരംഭിക്കുന്നത്. ഇന്ദിരാഗാന്ധി ദേശീയ വാർഷികകാല പെൻഷനുകൾ, ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ, ഇവയ്ക്ക് പുറമെ സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ, 7 ലക്ഷത്തോളം വരുന്ന NSP പെൻഷൻ വിഭാഗത്തിൽ കേന്ദ്രവിഹിതം ഉൾപ്പെടെ ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്ക് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ 3200 രൂപയുടെ കുടിശ്ശിക തീർത്തുള്ള വിതരണമാണ് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്നത്. ഒക്ടോബർ മാസത്തിൽ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കണക്കിലെടുത്ത് പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുമെന്ന് നേരത്തെ തന്നെ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പുകൾ വന്നിരുന്നു. ഇനി വിതരണം ചെയ്യാൻ പോകുന്ന തനത് മാസത്തിലെ പെൻഷൻ തുകയ്ക്കൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുമെന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത്. ഗുണഭോക്താക്കൾക്ക് വീണ്ടും 3200 രൂപ വീതം അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും. ഇതോടുകൂടി പെൻഷൻ ഇനത്തിൽ കുടിശ്ശികയായി കിടക്കുന്ന തുക വിതരണം അവസാന ഘട്ടത്തിലെത്തും. മസ്റ്ററിങ്ങിന്റെ ഫലമായി വലിയൊരു വിഭാഗം അനർഹർ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടുന്നത് ക്ഷേമ പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുന്നതിനും കുടിശ്ശിക തീർത്തി വിതരണം ചെയ്യുന്നതിനും സഹായകരമായി തീരും. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ മുൻപിൽ കണ്ടുകൊണ്ട് കെട്ടിട നിർമ്മാണ മേഖലയിൽ കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ കുടിശ്ശിക അടക്കം വിതരണം ചെയ്തേക്കുമെന്നുള്ള ആശ്വാസ വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ്. കുടിശ്ശിക തീർത്തി വിതരണം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഒരു വിഭാഗം കുടിശ്ശികയെങ്കിലും തീർത്തി വിതരണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം.